കടലിടുക്കിന് സമീപം രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടായേക്കുമെന്നതിനാൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ചില സ്ഥലങ്ങളിൽ 19 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 20 മുതൽ വരണ്ട കാലാവസ്ഥ തുടരും. 16, 17 തീയതികളിൽ സംസ്ഥാനത്ത് 1-2 സ്ഥലങ്ങളിൽ മഴ പെയ്തേക്കുമെങ്കിലും കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പകൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും ഈ ദിവസങ്ങളിൽ പകൽ താപനില. കേരളത്തിലെ വേനൽമഴ 5 വർഷ കാലയളവിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. മാർച്ച് 1 മുതലാണ് വേനൽമഴയുടെ തോത് രേഖപ്പെടുത്തി തുടങ്ങുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇതുവരെ സംസ്ഥാനത്താകെ ലഭിച്ചത് 1.8 മില്ലിമീറ്റർ മഴയാണ്. സാധാരണയായി മാർച്ച് മാസങ്ങളിൽ 22.8 മില്ലിമീറ്റർ വേനൽ മഴയാണ് ലഭിക്കാറുള്ളത്. 2020 മാർച്ച് 1 മുതൽ 21 വരെ 23.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 2022 ഇത് 21.9 മില്ലിമീറ്ററായി കുറയുകയും തൊട്ടടുത്ത വർഷം 1.6 മില്ലിമീറ്റർ എന്ന തോതിലേക്ക് കുത്തനെ ഇടിയുകയും ചെയ്തു. 2024 ഇത് 1.8 മില്ലിമീറ്റർ എന്ന അളവിലും എത്തി നിൽക്കുന്നു. തെക്കൻ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലവർഷം ഏറെ ലഭിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ്. എന്നാൽ വേനൽ മഴ കൂടുതലായും തെക്കൻ കേരളത്തിലാണ് ലഭിക്കാറുള്ളത്. വേനൽ മഴ കൂടുതലായും കിട്ടിയിരുന്ന പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കൊല്ലം ജില്ലകളിൽ പോലും മാർച്ചിൽ വേനൽ മഴ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് മാർച്ചിൽ സാധാരണയായി ഏറ്റവും അധികം മഴ കിട്ടാറുള്ളത്. മാർച്ചിൽ 69 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ പകുതി പോലും മഴ ലഭിച്ചിട്ടില്ല. കൊല്ലത്ത് മാർച്ച് മാസം ലഭിച്ചത് 55 മില്ലിമീറ്റർ ആണ്. കോട്ടയം ജില്ലയിൽ 54.9 മില്ലിമീറ്റർ മഴയും കിട്ടാറുണ്ട്. വടക്കൻ ജില്ലയായ കോഴിക്കോടിൽ ഇതേ മാസം 18 മില്ലിമീറ്ററാണ് സാധാരണയായി കിട്ടാറുള്ളത്. 14.5 മില്ലിമീറ്റർ കണ്ണൂരിലും കാസർഗോഡ് 16 മില്ലിമീറ്ററുമാണ് സാധാരണ ലഭിക്കാറുള്ളത്. ഏപ്രിൽ മാസത്തിൽ വേനൽ മഴയുടെ വിഷയത്തിൽ സ്ഥിതി മെച്ചപ്പെടാറുണ്ട്. ഇത്തവണയും ഏപ്രിലിൽ സ്ഥിതി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷയിലാണ് നിലവിൽ കാലാവസ്ഥാ വിദഗ്ധർ. 105 മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്താകെ സാധാരണയായി ഏപ്രിൽ മാസം ഉണ്ടാകുക. മെയ് മാസത്തിൽ 219 മില്ലിമീറ്റർ എന്ന നിലയിൽ ഈ തോതിൽ വർധനയുണ്ടാകും. മൺസൂൺ നടക്കുന്നതാണ് മഴയുടെ തോത് മെയ് മാസത്തിൽ കൂടാനുള്ള കാരണം. എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ ചൂട് കൂടുതലായി അനുഭവപ്പെടും. നിലവിൽ ചൂട് കൂടുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് എൽ നിനോ ആണെന്നും വിലയിരുത്താം. ഇതും വേനൽ മഴയുടെ വരവിനെ ബാധിക്കുന്നുണ്ട്.